ഇന്ന് ഞങ്ങൾ പോകുന്നതേ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഒരു 45 പേരുള്ള ഒരു ടീമായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. കൊല്ലം ജില്ല വഴി ഞങ്ങൾ തെങ്കാശി തമിഴ്നാടൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ഡാമൊക്കെ കാണാമെന്ന് പറഞ്ഞ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്കാണ് പോയത്. നേരത്തെ നമ്മൾ കൊല്ലത്തിൻ്റെ വേറൊരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗം കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണത് മനസ്സിലാവുന്നത്. എന്ത് രസമാണ് ഇവിടെയൊക്കെ കാണാൻ. ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ ഇതൊക്കെ വന്ന് കാണണം കേട്ടോ. അത്രയ്ക്ക് നല്ല സീനറിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മൾ ശരിക്കും സ്വർഗ്ഗത്തിലെത്തിയ പോയ ഒരു ഫീലാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിയപ്പോൾ മുതൽ അവളുമാർ റീൽസൊക്കെ ചെയ്യാനൊക്കെയുള്ള ആ ഒരു ഇതായിരുന്നു. അവർ നിന്ന് റീൽസൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ആ ഒരു ഡാമിൻ്റെ രണ്ട് സൈഡും രണ്ട് കാഴ്ചകളാണ്. ഒരു സൈഡ് ഇതേ ഇങ്ങനെ നീല നിറത്തിലുള്ള വെള്ളമാണ്, ആ മലകളും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പുറത്തെ സൈഡ് വേറെ സീനറിയാണ്. ഞങ്ങളവിടേക്കോ മഴയൊക്കെ പൊടിക്കാൻ തുടങ്ങി. ഞങ്ങൾ കുടയൊക്കെ വാങ്ങിച്ച് നിന്ന് ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി മഴയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരുപാട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രിപ്പ് ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. ആർക്കും ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. എല്ലാവരും ഫുൾ വൈബിലായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. ഇത് വേറൊരു ടീമാണ് കേട്ടോ ഇവരൊക്കെ പോകുന്നത്. നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പച്ചപ്പ് കണ്ടോ നിങ്ങൾ നോക്കിക്കേ. ആർക്കാണേലും കൊതിയാവില്ലേ ഇങ്ങനെയൊക്കെ ഒരു സീനറി കാണാനായിട്ട്. നമ്മുടെ പ്രകൃതി എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് ഇതൊന്നും കാണാതെ എങ്ങനെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകും. അങ്ങനെ ഞങ്ങൾ താഴത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നു. ഇവിടെ നിന്നും ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതാണ് എൻ്റെ ടീം അംഗങ്ങൾ. ഇവരെയൊക്കെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ ഇവരുടെ ടീമിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ ഇവരുമായിട്ടൊക്കെ ഭയങ്കര സെറ്റായി കേട്ടോ. ഇവരൊക്കെ പൊളി വൈബായിരുന്നു. ഇവർ ചേപ്പാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ സഹോദരിമാരും ഇവരുടെ കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് 3 പുരുഷന്മാരേ ഉള്ളായിരുന്നു. അവരായിരുന്നു മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയെല്ലാം ഏതൊക്കെ സ്ഥലങ്ങൾ പോകണമെന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നതായിരുന്നു. നമ്മുടെ ഫാമിലി, അവരുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരുന്നു. അങ്ങനെ ഇതിൻ്റെ മുകളിലുള്ള കല്ലട ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. നിങ്ങളെ ഞാൻ കാണിക്കാവേ. ഇവിടെ എത്തിയപ്പോഴും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചെറിയ ചാറ്റൽ മഴ കൊണ്ടുകൊണ്ട് ഈ ഡാമിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ തുള്ളിക്കളിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഓരോ നിമിഷവും ചിലവഴിച്ചത് കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു. ചെറിയ മഴച്ചാറ്റലൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ആ ഒരു തണുപ്പും തണുത്ത ഒരു അന്തരീക്ഷവും തണുത്ത കാറ്റും ഒക്കെ ആസ്വദിച്ചാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ എൻജോയ് ചെയ്തത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ സമയമൊക്കെ ഇത് ഒന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ചെറിയ സ്നാക്സൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ രസമാണ്. പിന്നെ തിരിച്ചു കയറാൻ ഭയങ്കര പാടാണ്. ഇതാണ് ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാ മെമ്പേഴ്സും. താങ്ക്